പ്രിയപ്പെട്ട കുട്ടികളെ, രണ്ടാം വർഷ ഭൂമിശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയണൽ വേരിയേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഈ മൂന്ന് ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്ന ജനസംഖ്യാ വളർച്ച, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. You have already studied the growth of population. What is growth of population? Growth of population is the change in number of people living in a particular area between 2 points of time. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് രണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പോപ്പുലേഷനിലുണ്ടാകുന്ന മാറ്റത്തെയാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. സാധാരണയായി നമ്മൾ അതിനെ ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഹാസ് മെയിൻലി 2 കോമ്പോണൻറ്റ്സ്. പ്രധാനമായും 2 ഘടകങ്ങളാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തേത് നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ സൂചിപ്പിക്കുന്നത് natural growth is analyzed by assessing the crude birth rate and crude death rate. മരണ നിരക്കും ജനന നിരക്കും ആണ് നാച്ചുറലി ജനസംഖ്യ വ്യത്യാസം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എങ്കിൽ ഇൻഡ്യൂസ്ഡ് പോപ്പുലേഷൻ ഗ്രോത്ത് കണക്കാക്കുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടാതെ മൈഗ്രേഷനും കൂടെ അതിലൊരു ഘടകമായി വരുന്നു എന്നുള്ളതാണ്. The present chapter we will only discuss the natural growth of population. നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദ ഡെക്കേഡൽ ആൻഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. ഇന്ത്യയിൽ 2001 സെൻസസ് പ്രകാരം ദ ആനുവൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈസ് 2.4%. അതായത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ആനുവൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2001 കണക്ക് പ്രകാരം 2.4%. അതേപോലെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റും ഇൻക്രീസിങ് ട്രെൻഡ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കപ്പെടുന്നത്. It is estimated that the country's population will double in another 36 years. ഇനി വരുന്ന ഒരു 36 വർഷങ്ങളാകുമ്പോഴേക്കും നിലവിലുള്ള ജനസംഖ്യയുടെ ഇരട്ടി ജനസംഖ്യ ഇന്ത്യയിൽ ആകാം എന്നാണ് ഇതെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പോപ്പുലേഷൻ ഡബിളിംഗ് ടൈം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഡബിളിംഗ് ടൈം എന്നാൽ ദ ടൈം ടേക്കൺ ബൈ എനി പോപ്പുലേഷൻ ടു ബി ഡബിൾ ഇറ്റ് സെൽഫ് അറ്റ് ഇറ്റ്സ് കറണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. നിലവിലുള്ള ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ എത്ര വർഷം എടുക്കും, എത്ര ടൈം എടുക്കും ഡബിൾ ചെയ്യാൻ എന്നുള്ളതിനെയാണ് ഡബിളിംഗ് ടൈം ഓഫ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഓവർ ദ ലാസ്റ്റ് സെഞ്ച്വറി ഹാസ് ബീൻ കോസ്ഡ് ബൈ ആനുവൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ, ആൻഡ് ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൾസോ. ദർ ആർ 4 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ഓർ ഫേസസ് ഓഫ് ഗ്രോത്ത് ഐഡൻറ്റിഫൈഡ് വിത്തിൻ ദിസ് പീരിയഡ്. അതായത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അതുപോലെ തന്നെ മൈഗ്രേഷനും. ഇത് വിവിധ ഘട്ടങ്ങളിലായി വിവിധ തരത്തിലാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 4 ഘട്ടങ്ങളാക്കി ജനസംഖ്യാ വ്യതിയാനങ്ങളെ തിരിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്ക് ആ 4 ഘട്ടങ്ങൾ പഠിക്കാം. In first phase is also called the period of stagnant or stationary phase. ജനസംഖ്യ സ്ഥിരമായി, അതായത് മാറ്റങ്ങളൊന്നും ഇല്ലാതെ സ്റ്റേഷനറിയായി നിലനിൽക്കുന്ന പീരീഡാണ് ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് ഫേസ്. ആൻഡ് ഗ്രോത്ത് റേറ്റ് വാസ് വെരി ലോ, ഈവൻ റെക്കോർഡിംഗ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഇൻ 1911 to 1921. ആൻഡ് ദ ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഹൈ. Rate of increase is very low in this phase. The reasons for the growth rate of India is stationary is the poor health and sanitation facilities, illiteracy, inefficient food distribution and other basic necessities
were largely responsible for high birth and death. അതായത് ഒന്നാമത്തെ ഘട്ടത്തെയാണ് ഫേസ് 1 എന്ന് പറയുന്ന ഘട്ടത്തെ സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് പോപ്പുലേഷൻ ഫേസ് എന്ന് വിളിക്കുന്നു. അത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വെരി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് വെരി ലോ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. പിന്നെ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റും കൂടെ റെക്കോർഡ് ചെയ്ത പീരിയഡായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഈസ് ഹൈ. മരണനിരക്കും ജനനനിരക്കും ഒരുപോലെ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തെയാണ് ഫസ്റ്റ് ഫേസ്. അതിന് കാരണം എന്ന് പറയുന്നത് പുവർ സാനിറ്റേഷൻ, ഹെൽത്ത് ആൻഡ് സർവീസ് ഫെസിലിറ്റീസ്, മെഡിക്കൽ സർവീസസ് ഒക്കെ വളരെ പൂറായി ഉള്ള ഒരു കാലഘട്ടം. അതേപോലെ ജനങ്ങൾ നിരക്ഷരരായ ഒരുപാട് ജനങ്ങളാണ്. അതേപോലെ തന്നെ ഫുഡ് സപ്ലൈ എന്ന് പറയുന്നതും ഇന്നെഫിഷ്യൻ്റ് ആണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സപ്ലൈ വളരെ റെയറായി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ ഫസ്റ്റ് ഫേസ് ഏറ്റവും ഹൈ ബർത്ത് ആൻഡ് ഹൈ ഡെത്ത് റേറ്റിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് വരാം. 1921 to 1951, 1921 മുതൽ 51 വരെയുള്ള ഘട്ടമാണ് ഫേസ് 2 എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ പോപ്പുലേഷൻ ഇൻക്രീസിങ് ആണ്. സ്റ്റഡി പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ഇൻക്രീസിങ് ഒരേപോലെ തന്നെ സ്റ്റഡിയായി തന്നെ വളർച്ച നിരക്ക് അല്ലെങ്കിൽ വളർച്ച നടന്നിരുന്ന കാലഘട്ടം. ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ മെഡിക്കൽ സർവീസസ്, ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ത്രൂ ഔട്ട് ബ്രോഡ് ഡൗൺ ദ മോർട്ടാലിറ്റി റേറ്റ്. മരണനിരക്കിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് ചെറിയൊരു കുറവ് വരാൻ തുടങ്ങിയിട്ടുള്ള വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് കുറച്ചും കൂടെ ബെറ്ററായി വന്നു. ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ക്രൂഡ് ബർത്ത് റേറ്റ് റിമെയിൻഡ് ഹൈ ആൻഡ് ഹൈ growth rate also. Even though there were the Great Depression and World War II, it was impressive that the population remained high. അതായത് ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ വേൾഡ് വാർ ടൈമും അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലഘട്ടമായിട്ടുകൂടി ഒരു ആശ്ചര്യജനകം എന്നുള്ള രീതിയിൽ ജനസംഖ്യ പിന്നെയും വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടമായിരുന്നു ഫേസ് 2. നെക്സ്റ്റ് ഫേസ് 3. The period was 1951 to 81. Population explosion in India. In this period, ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർധനവുണ്ടായത്, ജനസംഖ്യാ സ്ഫോടനം കാലഘട്ടമായിരുന്നു 1951 മുതൽ 81 വരെയുള്ള കാലഘട്ടങ്ങൾ. റാപ്പിഡ് ഫാൾ ഇൻ മോർട്ടാലിറ്റി, ഹൈ ഫെർട്ടിലിറ്റി, ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വാസ് ആസ് ഹൈ ആസ് 2.2%. After the independence, the overall development of our country caused the increasing trend. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള വികസനം, അതായത് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടം. അതിന് എന്ത് കാരണമായി? മരണനിരക്ക് കുറഞ്ഞു എന്നുള്ളത് ജനസംഖ്യയുടെ ക്രമാതീതമായ വർധനവിന് കാരണമാവുന്നു. ഇതുകൂടാതെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ are also another important reasons for the growth of population. അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ, എക്സാമ്പിൾ ടിബറ്റൻസ്, ബംഗ്ലാദേശിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, അതുപോലെ പാകിസ്ഥാനിൽ നിന്നൊക്കെ ക്രമാതീതമായ ജനങ്ങൾ ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി തുടങ്ങിയതുകൊണ്ടും ഇന്ത്യയിൽ ജനസംഖ്യ സ്ഫോടനം, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്നു. ഇതാണ് ഫേസ് 3യിലുള്ള ജനസംഖ്യയുടെ അവസ്ഥ. ഇനി ഫേസ് 4 എന്ന് പറയുന്നത് പോസ്റ്റ് 1981 ടു ടിൽ പ്രസൻറ്റ്, ഇന്ന് വരെയുള്ള 81 മുതൽ ഇന്ന് വരെയുള്ള ജനസംഖ്യയുടെ അവസ്ഥയാണ്. അതിൽ ജനസംഖ്യ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ജനസംഖ്യ അതുപോലെ തന്നെ റിമെയിൻഡ് ഹൈ, അതുപോലെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ സ്ലോയിങ് ഡൗൺ ഗ്രാജുവലി, ക്രമേണ അത് ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഡൗൺവേർഡ് ട്രെൻഡ്, ക്രൂഡ് ബർത്ത് റേറ്റിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നത് കൂടിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ പോപ്പുലേഷൻ, ലിറ്ററേറ്റ് പോപ്പുലേഷൻ അവിടെ നിലനിൽക്കുന്നു. ജനങ്ങളുടെ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വർദ്ധിക്കുന്നു.
ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യമാകുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ്. പക്ഷേ ബർത്ത് റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇന്ത്യയിലെ പോപ്പുലേഷൻ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. 2025 135 കോടിയിലെത്തും എന്ന് പറയുന്ന ജനസംഖ്യ 2018 കണക്ക് പ്രകാരം തന്നെ 135 കോടിയിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കാജനകമായൊരു അവസ്ഥയാണ് ഇന്ത്യയിലിപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനസംഖ്യയുടെ വർധനവ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. പക്ഷേ ജനസംഖ്യയിൽ റീജിയണൽ വേരിയേഷൻസ് ആർ ഓൾസോ ദർ. ഒരുപാട് വ്യതിയാനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ റീജിയണലി പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എല്ലാ സ്ഥലത്തും ജനസംഖ്യ ഒരേപോലെ അല്ല. അതാണ് അടുത്തതായി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോർത്തേൺ സ്റ്റേറ്റ്സും സതേൺ സ്റ്റേറ്റ്സും പോപ്പുലേഷൻ വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈസ് മോർ ഇൻ northern states as compared to the southern states. Southern states like Kerala, Karnataka, Tamil Nadu, Andhra Pradesh, Puducherry, Goa, etc. have low growth rate of population. North Indian states like Gujarat, Maharashtra, Rajasthan, Punjab, Haryana, etc. have high growth rate of population. സ്റ്റേറ്റ്സിനെ, അതായത് രണ്ട് നോർത്തേൺ ആൻഡ് സതേൺ സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സതേൺ സ്റ്റേറ്റ്സിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ആസ് കമ്പയർഡ് ടു 1991 to 2001 the population growth is low for 2001 to 2011. അതായത് 2001 വർഷങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2001-2011 വർഷങ്ങളിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ, അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതലായി പങ്കുവഹിക്കുന്നതിൽ അഡോളസെൻ്റ് പോപ്പുലേഷനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഗ്രോത്ത് റേറ്റ് in India, growth rate is increased due to the increasing population of adolescents. According to 2001 census, adolescent population increasing is 22%. Adolescent population എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെ ഉള്ള ജനങ്ങളാണ്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള പോപ്പുലേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ മെയിൽ അഡോളസെൻ്റ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 53% ആണെങ്കിൽ ഫിമെയിൽ അഡോളസെൻ്റ് പോപ്പുലേഷൻ 47% ആണ്. ദേ ആർ ഹാവിങ് ഹൈ പൊട്ടൻഷ്യൽസ് ബട്ട് ദേ ആർ ക്വൈറ്റ് വൾണറബിൾ ഇഫ് നോട്ട് ഗൈഡഡ് ആൻഡ് ചാനലൈസ്ഡ് പ്രോപ്പർലി. ഈ അഡോളസെൻ്റ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ശരിയായ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് അവർക്ക് നൽകിയില്ലെങ്കിൽ അവരുടെ ചാനൽസ് വിവിധ അല്ലെങ്കിൽ പല വഴിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മെനി ചാലഞ്ചസ് ആർ ഓൾസോ ഫേസ്ഡ് ദ അഡോളസെൻ്റ് പോപ്പുലേഷൻ സച്ച് ആസ് ലോ ഏജ് മാരേജ്, ഫിമെയിൽ ഇല്ലിറ്ററസി, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, low intake of nutrients, maternal mortality of adolescent mothers, high rate of HIV AIDS infections, physical and mental disabilities or retardedness, drug abuse, alcoholism, juvenile delinquencies, committance of crimes, etc. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഇല്ലിറ്ററസി ഏറ്റവും പ്രധാനപ്പെട്ട ഫിമെയിൽ ഇല്ലിറ്ററസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചെറിയ ഏജിൽ തന്നെ വിവാഹം നടത്തി പോകുന്ന ഒരവസ്ഥ, അതുപോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, കൊഴിഞ്ഞു പോവുക, ചെറിയ ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാതിരിക്കുന്ന ഒരവസ്ഥ, ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള ക്രൈംസും ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാവുന്നത്, അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, HIV AIDS ഇൻഫെക്ഷൻസിന് വിധേയരാകുന്നത്, ഇതൊക്കെ ഇന്നത്തെ അഡോളസെൻ്റ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്.
അപ്പോൾ അഡോളസെൻ്റ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ അഡോളസെൻ്റ് പോപ്പുലേഷൻ വർദ്ധിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അഡോളസെൻ്റ് പോപ്പുലേഷനെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ മനസ്സിലാക്കുന്നു. ഇൻ വ്യൂ ഓഫ് ദീസ് problems, Government of India undertaken certain policies to impart proper education to adolescent groups. അതായത് ഇന്ത്യയിലുള്ള ഈ അഡോളസെൻ്റ് പോപ്പുലേഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് അവരെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അവർക്കായി കൂടുതൽ പോളിസീസ് ഇന്ത്യ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ദ നാഷണൽ യൂത്ത് പോളിസി. ഇത് ഉദ്ദേശിക്കുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ യൂത്ത്. ദ നാഷണൽ യൂത്ത് പോളിസി ലോഞ്ച്ഡ് ഇൻ February 2014 proposes a holistic vision for the youth of India. ഇന്ത്യയിലുള്ള യുവജനങ്ങളുടെ സമഗ്രമായൊരു വികസനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2014 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെൻറ് ദേശീയ യുവനയം കൊണ്ടുവന്നത്. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന 2 ആക്ടിവിറ്റീസ് താഴെ പറയുന്നു. 1. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും സം യൂണിയൻ ടെറിട്ടറീസും കുറച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളും പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഒഴിച്ചുകൊണ്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്തുകൊണ്ടാണ് ഗ്രോത്ത് റേറ്റ് ഹൈ ആയിരിക്കുന്നത്? രണ്ടാമത്തെ പഠന പ്രവർത്തനം, What is the reason for the negative growth rate in India during 1911 to 1921? 1911 1921 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ നെഗറ്റീവ് വളർച്ചാ നിരക്ക് ആവാൻ കാരണമെന്ത്? ജനസംഖ്യ വളർച്ചയെക്കുറിച്ചും ഇന്ത്യയിലെ ജനസംഖ്യയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അതുപോലെ പ്രാദേശിക ജനസംഖ്യാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഈ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വരെ ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.